ഞാൻ പറഞ്ഞതുപോലെ തന്നെ I used to say like the same thing happened. Now so many people are telling with me. They are giving me about all these news of okay how these criminals are actually. ആ പള്ളിപ്പാട്ടുകാരി മിനി എന്ന് പറയുന്നവള് വലിയ മണിമാളികയൊക്കെ വെച്ചെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവനെ എല്ലാം റെഡിയാക്കി കൊണ്ടുപോയ പൈസയൊക്കെ എടുത്ത് എന്നിട്ട് ഇവർക്കൊന്നും ഇവിടുന്ന് കൊടുത്തില്ലെന്നാണ് പറയുന്നത്. ഇവിടുന്ന് കൊടുക്കുന്ന കാര്യമില്ല. 45 ലക്ഷം മറ്റവള് കാടാമ്പുഴക്കാരി ഇവന്റെ സുബ്രഹ്മണ്യന്റെ മറ്റേ മോള് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടിച്ചിട്ട എല്ലാം അവിടെ കൊണ്ട് കളഞ്ഞവന്റെ പെങ്ങളെന്ന് പറയുന്നവള് വന്ന് പൈസയൊക്കെ ആയിട്ട് പോയി. ബാങ്ക് ബുക്കോ പാസ്ബുക്കോ ഒക്കെ ആയിട്ട് പോയി. എന്നിട്ട് ഇവിടെ വരാണ്ടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങളൊരു ഫംഗ്ഷന് വന്നതാണെന്ന് പറഞ്ഞു. ചുമ്മാതാണ് ഫംഗ്ഷനും ഫംഗ്ഷനും ഒന്നുമല്ല ഇതിന് വന്നതാണ്. വന്ന് കാശൊക്കെ ആയിട്ട് അവള് പോയിരുന്നു. അപ്പം ഇങ്ങനെയാണ് മറ്റവള് അവളുടെ ഹണി ട്രാപ്പ് ഒക്കെ ചെയ്ത് ഇവനെ എടുത്ത് ഓൺലൈൻ വഴി പ്രേമമൊക്കെ ഇതാക്കി എല്ലാം എടുത്ത് ഭയങ്കര ട്രാപ്പുകളാണ്. എന്നിട്ട് ഇവനെ എല്ലാം ശരിയാക്കി കല്യാണമൊക്കെ കഴിഞ്ഞ് ഭയങ്കര ഡ്രാമകളായിരുന്നു കല്യാണത്തിനൊക്കെ. നാള് ചെയ്തിട്ടില്ല അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് ഇവര് പ്രീ പ്ലാൻഡ് ആയിട്ട് എല്ലാ കഥകളൊക്കെ ഉണ്ടാക്കും. എന്നെ കുറിച്ച് അവരെ കഥകളൊക്കെ ഉണ്ടാക്കി ഈ ബന്ധം മൊഴി അങ്ങനെ എന്ത് കഴിഞ്ഞു ഇങ്ങനെ നമുക്ക് പ്രശ്നമൊന്നുമല്ല. അവരെന്റെ വഴിക്ക് പോയി ഞാൻ എന്റെ കാര്യം നോക്കുന്നു. അവിടെ പുറകിൽ നടക്കുന്നു കുറെ ആൾമാരും അവന്മാരും. എന്നെ ജോബ് ലോസ് ഇൻഷുറൻസ് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. അപ്പൊ ഇവരുടെയും ഇവന്റെ അതുപോലെ മിനി പള്ളിപ്പാട്ടുകാരി മിനിയും ഇവൻ എന്താ സിജി സുബ്രഹ്മണ്യന്റെ നാളികേരത്തിലോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഭയങ്കര എല്ലാം പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞൊക്കെ അപ്പൊ നിങ്ങൾ ഇതൊന്നും വിശ്വസിക്കരുത്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെയൊക്കെ ഇതാക്കി ഇതൊക്കെ ആക്കി ഇതെല്ലാം കല്യാണം കഴിപ്പിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞു ഇവിടുന്ന് പിടിച്ചോണ്ട് പോകാൻ വീരേന്ദ്ര സിംഗ് മോഹൻ സിംഗ് ഇതെല്ലാം ഇവനുമായിട്ടൊക്കെ അവൾ ഇറങ്ങി വരാൻ തുടങ്ങും. പിന്നെ ഭയങ്കര കഥകളൊക്കെ നടന്നെന്നാ പറയുന്നത്. ഭയങ്കര കഥകളൊക്കെയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കല്യാണമൊക്കെ നടന്നു വെച്ച് ഇതിനെല്ലാം ഒരു കൊച്ച് ആദ്യത്തെ പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞ് 1.5 വയസ്സ് പോലും ആയില്ല എന്ന് തോന്നുന്നു. അപ്പോഴത്തേന് ഇവനെ 2018 വിളിച്ചു വരുത്തി അടിച്ച് ശരിയാക്കി എന്തുവാ സാധനത്തിനകത്തൊക്കെ ആൽക്കഹോളിനകത്തൊക്കെ നല്ലപോലെ മയക്കി. ഇവിടെ മോഹൻ സിംഗും വീട്ടുകാരും കൂടെ മയക്കിയെല്ലാം. മോഹൻ സിംഗും വീട്ടുകാരും ഫ്രണ്ട്സും എല്ലാം ഉണ്ട്. രാജേഷ് എന്നാണ് കുറെ പേരുണ്ട്. അവന്മാരെല്ലാം കൂടെ കൊടുത്തു വിട്ട് ഇപ്പം പൂസായി വീഴാറായപ്പോഴത്തേന് പള്ളിപ്പാട്ടോട്ട് പൊക്കോളാന്ന് പറഞ്ഞ് വിട്ട് അവന് ഇവിടെ ഒരു പുന്നമൂടുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ അന്വേഷിക്കാം. പുന്നമൂട് കറക്റ്റ് അവിടെ ചെന്ന് പെട്രോൾ പമ്പിന്റെ മുന്നിലാണ്. പുന്നമൂട്ടിലൊരു പെട്രോൾ പമ്പ് ഉണ്ട്. അതിന്റെ മുന്നിൽ ഇവൻ വീണു വണ്ടി ഇടിച്ചു വീണു എന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് ചുമ്മാതാ ഇതൊക്കെ ചുമ്മാതെയാണ്. എന്നിട്ട് പിന്നെ എന്താ പറയുന്നത് എന്നിട്ട് ഇവന്മാര് പുറകിലുണ്ടായിരുന്നു. ഇങ്ങനെ ഇവന്മാര് പുറകിൽ വെച്ച് പിടിച്ചിട്ട് ഇവന്മാരെല്ലാരും ആംബുലൻസിനകത്തിട്ട് നേരെ ലേക്ക് ഷോറിൽ കൊണ്ടുപോയി അവിടെ എന്താ മയക്കിയിട്ട് എന്നെ മയക്കിയിടുന്നത് പോലെ ഇതുപോലെ തന്നെയാണ് നമ്മളെ നിന്റെ അമ്മയ്ക്ക് പ്രഷർ കൂടിയിരിക്കുന്നത്. നിന്റെ അമ്മ പ്രഷർ കൂടി അവിടെ അഡ്മിറ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിജു പി എന്ന് പറയുന്ന കള്ളൻ നമ്മളെ വിളിച്ചോണ്ട് അവന്റെ വീട്ടിൽ നിന്ന് എന്റെ കൊച്ചുമായിട്ട് നമ്മള് എന്റെ അമ്മ എന്ന് പറയുന്നവര് ജോസ്കോയില് പ്രഷർ കൂടി അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ ചെന്നവിടെ ഇതുപോലെ തന്നെ. ഇങ്ങനെയാണ് ഇവരുടെ മോഡസ് ഓപ്പറാൻഡി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം നമ്മൾ നോക്കുമ്പം എന്റെ അമ്മ ഒരു കറക്റ്റ് കേരള റിസപ്ഷനിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. പിന്നെ എന്തുവാണെന്ന് എനിക്ക് ഓർമ്മയില്ല, എന്ത് പറ്റിയെന്നുള്ളത് ഓർമ്മയില്ല. പിന്നെ നമ്മൾ നോക്കുമ്പോൾ എണീക്കുമ്പോൾ നമ്മളിങ്ങനെ കട്ടിലേക്ക് കിടക്കുന്ന കുറെ കട്ടികൾ അപ്പുറം ഇപ്പുറം ഇങ്ങനെ നോക്കുമ്പോൾ വേറെ ഏതോ സ്ഥലം നമുക്ക് പരിചയമില്ലാത്ത സ്ഥലം. ഇങ്ങനെ നോക്കി വന്നപ്പോഴാണ് നമ്മളെ എവിടെയോ കൊണ്ടുവന്നിട്ടിരിക്കുകയാണെന്ന് മനസ്സിലായത്. ഏതോ ഹോസ്പിറ്റൽ ഇതുപോലെ ചതിച്ച് ഇതുവരെ മുമ്പും ഇങ്ങനെ ചതിച്ചുകൊണ്ടിട്ടുണ്ട്. ഇത് 3 പ്രാവശ്യം നമ്മളോട് ഇവർ ചെയ്തത് ഇങ്ങനത്തെ പരിപാടികൾ. അങ്ങനെ ഇവനെ ഇതുപോലെ ലേക്ക് ഷോർ ഭയങ്കര കള്ളറ ഹോസ്പിറ്റലാണ്. ലേക്ക് ഷോറിനെ കുറിച്ച് പല ആലിഗേഷൻസും ഉണ്ട്. മെഡിക്കൽ മാഫിയാണ്, പിന്നെ ഓർഗൻ മാഫിയ എല്ലാം ലേക്ക് ഷോറിലുണ്ട്. അങ്ങനെ അവിടെ എല്ലാം പിടിച്ചിട്ട് നല്ല ശരിക്ക് കാശൊക്കെ എന്നെ വെച്ച് ഇവന്മാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ബിജു പി എന്ന് പറയുന്ന നമ്പർ 1 കള്ളനും കുറെ എണ്ണം ഉണ്ട്. പിന്നെ ഈ എന്റെ സഹോദരി എന്ന് പറയുന്ന മുതുകള്ളി പ്രീതായിട്ട് പഠിക്കുന്ന ഭർത്താവിനെ വരെ വകവെത്തിയിട്ട് ഇതുപോലെ തന്നെ സ്ഥലമൊക്കെ വാങ്ങിച്ച് വീടുമൊക്കെ വാങ്ങിച്ച് വാഴുന്ന ഇവള്. അതുപോലെ എന്നെ റെഡിയാക്കി ഞാൻ പഠിച്ച് വാങ്ങിച്ച് എന്റെ ഡിഗ്രി വെച്ച് ലോബ്ലോസ് ഒക്കെ വാങ്ങിച്ച് ബുക്കടിക്കണം ഇങ്ങനെ നടക്കുക. വട്ടേ ഇതൊന്നും വിളിക്കുന്നത് നമ്മളെ ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ. അപ്പൊ ഞാൻ എന്നെ വട്ടേന്ന് വിളിക്കാന് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വട്ടേന്ന് വിളിക്കുക. അവനെ പോലെ വട്ടെടുത്ത് എന്റെ പുറകിൽ ചാടുവന്ന് എന്റെ ഗേറ്റിന്റെ ഞാൻ എന്റെ ഗേറ്റ് തുറന്നു. അവരല്ലേ വട്ട്. നമ്മൾ അവരുടെ വീട്ടിൽ കാണുന്നു ചാടി കയറി ചെല്ലുന്നു. ഈ വട്ട് വെച്ച് നടക്കുക. ഇങ്ങനെ ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും മാസ്കും ഒക്കെ വെച്ച് ഇങ്ങനെ പോവാ. മാസ്കും ഒക്കെ വെച്ച് ആൾമാറാട്ടം നടത്തി ഇങ്ങനെ ആയിരിക്കും 40 വട്ടം നടത്തി ഈ കള്ളൻ. പുതുവട്ടൻ പുതു കുടിയനാണ്.